പരിശുദ്ധ ഖുർആൻ ഏറ്റവും താക്കീതാക്കിയിട്ട് ചൊന്ന കണക്കെത്തി. ഈമാനുള്ള മനുഷ്യൻ ചിന്തിക്കൊണായ കണക്കെത്തി. ഈമാനുള്ള മനുഷ്യനക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാക്കണ അതിരെ ഒരു ഗൗരവം മനസ്സിലാക്കുന്ന രൂപത്തിൽ ഖുർആനിൽ വിശേഷമായിട്ട് ചൊന്ന കണക്കത്തെ ചില വിഷയത്തിൽപ്പെട്ട ഒന്നാണ് കുടുംബത്തെ വിഷയം. ഇന്ന് ലോകത്തിൽ പല കാലത്തെ കണക്കല്ല, പല ഒരു കൊറിയ വർഷത്തേക്ക് മുന്നോളൂ ഞങ്ങളെ ഉമ്മ അബ്ബ അങ്ങനെ ഉമ്മ അബ്ബയുടെ ജീവന എങ്ങനെന്ത് ചൊന്നെങ്കിൽ ഒരൗത്തുലുപ്പർ 5-6 മക്ക ഇന്നെങ്കിൽ അങ്ങ് 5-6 ആളുകളും മങ്ങിലായിട്ട് അങ്ങക്ക് മക്കായിട്ട് കുറേ മക്കളായിട്ട് വലിയാവിടത് വരേക്കും ആ കുടുംബ നല്ല ചന്തത്തിലും ഒരേ ഔത്തുലു ഒരേ കിച്ചണിൽ ഒരേ ഹാളിൽ ഒരേ ജാളിൽ കളിച്ചിട്ട് പരസ്പര പിരിസപ്പാടിൽ വലിയാവിടെ കനിക്കത്തൊരു വാതാവരണം ഉണ്ട്. ആ വാതാവരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് മാത്രമല്ല, ഒരൗത്തുലു 2-3 ആൾ ഇലങ്ങമൂത്തങ്ങ് ഒട്ടിക്കയിക്കണമെങ്കിൽ അവൻ്റെ അഭിമാനത്തിന് ഒരു കൊറടിയായ കണക്ക് അവന് തനിച്ചിട്ട് സെപ്പറേറ്റായിട്ട് അവന് ഒറ്റപ്പെട്ട് ജീവിക്കണമെങ്കിൽ അത് വലിയ അഭിമാനമായിട്ട് ഈ സമുദായം കാണുക തുടങ്ങിത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, മരിപ്പുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തത് കൊണ്ടിട്ടാണ്, മരിപ്പുടെ നന്തരവുള്ള ജീവിതത്തെ ಬಗ್ಗೆ അറിയാണ്ടാണത് അങ്ങനത്തെ പലക്ക ചൊല്ലി. യഥാർത്ഥത്തിൽ സക്കറാത്തിലെ ബലിലിട്ട സമയത്ത് പോലും ഒരു മനുഷ്യൻ അല്ലാഹുരൊട്ടിಗೆ ആ സമയത്ത് പോലും ചൊല്ലെന്തിര കൊണ്ടുണ്ട്, ഫയഖൂല റബ്ബി ലൗലാ അഖറതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഇനൊരു തെല്ല് നേരം ഒരു അവകാശത്തെ അല്ലാഹ് നിന്റെ വരിപ്പാട്ടുണ്ട്. സക്കറാത്തിലെ ബലിലിട്ട മനുഷ്യൻ സക്കറാത്തിലെ ബലിലിട്ട സമയത്തിൽ പോലും അല്ലാഹുരൊട്ടിಗೆ ചൊല്ലെ, പടച്ചോനെ ഒരു തെല്ല് ആയുസിനെ നീട്ടിത്താ നിന്റെ മരിപ്പാട്ടണ്ട, നാണ് നല്ല ആൾ പെടുറെ, നാ സ്വാലിഹ്യങ്ങളിൽ പെടുറെ, നിന്റെ ഒട്ടിಗೆ ഉള്ള സമ്പത്തിനെ നാ സ്വതക്ക കൊടുക്കടെ, നാ ദാണാക്കടെ, നല്ല ആളാവണക്ക് ശ്രമിക്കടെ, നിന്റെ കുടുംബ ബന്ധത്തെ പിണങ്ങിട്ട് ദൂരാക്കിയതിനെ മുട്ടാക്കൊടുക്ക് നോക്കടെ. അള്ളാഹുടെ ഭവനം കാലടിയിൽ ഇന്നെങ്കിലും 5 നേരത്തെ ബാങ്ക് നിന്റെ കാതുക മൈക്കല്ലാണ്ട് കേക്കടെ കനക്കിന്റെ വ്യവസ്ഥ ഇന്നെങ്കിലും പോവാണ്ട് നാണ് ആ നിർലക്ഷ്യാക്കിയ കനക്കിന്റെ പള്ളി കൊന്നു പോയിട്ട് നിസ്കരിക്കടെ. അള്ളാഹുടെ ഒട്ടിക്ക് മരിക്കൊണുകാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ദീർഘായുസ് വേണം, മരിക്കൊണുകാരും ഇഷ്ടപ്പെടില്ല എങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു ചൊല്ലുടു, അല്ല സ്വഹാബാ, നിങ്ങളിൽ ഒരാൾക്ക് ദീർഘായുസ് വേണോട്ടു നിങ്ങൾ ആഗ്രഹിക്കടാറാ. നിങ്ങളിൽ ഒരാൾ എല്ലാവിധ ആഫത്ത് മുസീബത്ത് മാരകമായ രോഗങ്ങൾ വ്യാപിച്ച കനക്കത്തെ കാലമല്ലേ, അതാ ഞങ്ങളുടെ ചെറിയ വയസ്സിൽ ക്യാൻസർ ചൊല്ലുടെ പേര് പോലും ചൊല്ലുണ ഔത്തുള്ള ഞങ്ങളെ ഉമ്മമാർ പേടിച്ചിട്ടില്ലെങ്കിൽ, ക്യാൻസറായിട്ട് ഒരാൾ മരണപ്പെട്ടു പോയെങ്കിൽ ക്യാൻസർ ചൊല്ലുടെ പേര് പോലും മക്കളെ തെരള് ചൊല്ലാതെ ഉമ്മമാരല്ലേ. ഇണ്ട് ഏത് ഔത്തുളു നോക്കിയെങ്കിലും, ഏത് നിരള് നോക്കിയെങ്കിലും, ഏത് കുടുംബത്തിൽ നോക്കിയെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ക്യാൻസർ പീഡിതരായ ആളില്ലാണ്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടു, നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് വേണ, നിങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടണ, നിങ്ങൾക്ക് അല്ലാഹു തന്റെ റിസ്ഖിൽ വിശാലത വേണ എങ്കിൽ കുടുംബ ബന്ധത്തെ ചേർക്കണോ, നിന്റെ കുടുംബത്തെ മുട്ടാക്കണോ. ചിന്തിക്കണം മുസ്ലിമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാടിയെ, അല്ലാഹുവിന്റെ റസൂൽ പടിപാടിയ ദീന് അത് മനസ്സിലാക്കി ജീവിക്കണോ. കുതങ്ങ സ്വഹാബത്തുണ്ടല്ലേ, കള്ളുകുടിയന്മാർ പോലും പേടിക്കിற കനിക്കത്തെ ആളുമാർ നബി തങ്ങൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ കള്ളുകുടിയന്മാർ പോലും പേടിക്കിற കനിക്കത്തെ ആളാണ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധ ഇസ്ലാമിനെ അറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ദീൻ എന്തരേണ്ട മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിന്റെ തൗഹീദിന്റെ വെളിച്ചത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴത്തേക്കോ അല്ലാഹുവിന്റെ ദീനൊക്കെ കടന്നു വന്ന സമയത്തിൽ ഒരു കാലത്ത് തമ്മാടിമാരെ നേതാവായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ സംബന്ധിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു, സ്വഹാബാ
നന്റെ ഉമറിനെ ബഹുമാനിക്കാതെ ഒരേ ഒരു മലക്കും അല്ലാഹുകില്ല. ഖത്താബുടെ മോനായ ഉമറുൽ ഫാറൂഖിനെ ബഹുമാനിക്കാതെ ഒരൊറ്റ മലക്കും അല്ലാഹുകില്ല സുഹാബ. അത്ര വില പേര് കിട്ടണമില്ല. കാരണം ഇസ്ലാമിടെ അറിഞ്ഞ് ജീവിക്കണു തുടങ്ങിയതുകൊണ്ടാണ്. ഞങ്ങളിൽ നിന്നുള്ള ഒരാളും ഇസ്ലാമിടെ അറിഞ്ഞിട്ട് മുസ്ലിമായ ആളല്ല. സാന്ദർഭികമായിട്ട് ഊടവുള്ള ബാലകർത്തി പെണ്ണുമക്കളൊട്ടികം മാണികളൊട്ടികം എന്നാണ് ചൊല്ലുടെ. ഊടവുള്ള ഓരോ മുസ്ലിമീങ്ങളൊട്ടികം ചൊല്ലുടെ. നാണും നിങ്ങളും ഒരാളും ഇസ്ലാമിടെ അറിഞ്ഞിട്ട് ഷഹാദത്ത് കലിമ ചൊന്നു പരിശുദ്ധ ഇസ്ലാമുക കടന്നു വന്ന ആളല്ല. ഞങ്ങളുടെ പൂർവികന്മാരായ ബാപ്പയും ബാപ്പയുടെ ബാപ്പയും ഉമ്മമാറും മുസ്ലിമീങ്ങളായതുകൊണ്ട് അങ്ങനെ ഞങ്ങളെ മദ്രസത്തൊക്കെ കടത്തിയിട്ട് നിസ്കരിക്കണൊക്കെ പഠിപ്പാട്ടിയതുകൊണ്ട് ഖുർആനോദനൊക്കെ പഠിപ്പാട്ടിയതുകൊണ്ട് അങ്ങനെ മേഹാദത്തായി പോയിട്ട് അള്ളാന്റെ പള്ളിക പോയി നിസ്കരിച്ചിട്ടൊരു മുസ്ലിമോ ചൊല്ലെ പേരുകൾ ഞങ്ങൾ ഉള്ളാണ്ട് മാത്രം. അതല്ലാണ്ട് ഇസ്ലാമിടെ അറിഞ്ഞിട്ട് ഇസ്ലാമുക കടന്നു വന്ന ആളല്ല. അതുകൊണ്ട് ഞങ്ങളെ ഒരാളും ഈമാൻ വലിയ ഗട്ടിയില്ല. കേട്ടില്ല ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ മുക്കുരിക്കയായ ബിലാൽ റളിയല്ലാഹു അൻഹു അതാ കാഫിരീങ്ങളെ മുസ്ലിം സഹോദരന്മാർ ബിലാൽ റളിയല്ലാഹു അൻഹുടെ സ്വന്തം യജമാന ബിലാൽ മുസ്ലിമായ വിഷയം കേട്ടിട്ട് മറുഭൂമിയിലെ പയക്കട പൊയ്യൽ കിടത്തിട്ട് നഗ്നമായ ശരീരത്തെ നെഞ്ഞിരമേൽ കല്ലെടുത്ത് വെച്ചിട്ട് ബിലാലെ മുഹമ്മദിന്റെ ദീനു പൊടനോ ലാ ഇലാഹ ഇല്ലല്ലാഹു കൊണ്ട് നിന്റെ നാവില് ബറുകു തീര ബിലാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലെ തൗഹീദിന്റെ കലിമ പോലും ചൊല്ലണുകോ അല്ലാഹുവിന്റെ റസൂൽ പേടിച്ച കാലത്തില് ബിലാൽ തങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അംഗീകരിച്ച് അഭിഷേകിട്ടിട്ട് ബിലാൽ തങ്ങളെ ക്രൂരമായിട്ട് സ്വഹാബത്തിനെ എതിരുള്ള അതാ മുസ്ലിമീങ്ങളെ ശിക്ഷിക്കുമ്പോ തോകൂ ബിലാൽ റളിയല്ലാഹു അൻഹുടെ നാവില് ബണ്ട പലക ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന്റെ പേരല്ലാത്ത വേറൊന്നും ബിലാലുക ചൊല്ലുകാവില്ല. എന്തുകൊണ്ട് മുസ്ലിമേ ബിലാലക്ക് ഈമാന്റെ മാധുര്യം എന്തിനേണ്ടു കൊന്തുണ്ടു, ബിലാലക്ക് ഇസ്ലാം എന്തിനേണ്ടു കൊന്തുണ്ടു, ബിലാലക്ക് അല്ലാഹു ആറുണ്ട് കൊന്തുണ്ടു, ബിലാലക്ക് അല്ലാഹുവിന്റെ റസൂലുട്ടിಗೆ ആത്മാർത്ഥമായ മഹബത്തുണ്ടോ. കാലി റബിഉൽ അവ്വൽ വരുമ്പത്തുക മാത്രം പാതിര ജാവക ഉറക്ക് കളഞ്ഞ ആളല്ല ബിലാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ മുക്രിക്കയായ ബിലാൽ റളിയല്ലാഹു അൻഹു റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രം നബി തങ്ങളുടെ മഹബത്ത് പ്രകടിപ്പിച്ച ആളല്ല. ആ ബിലാൽ തങ്ങളുടെ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലോടു അല്ല ബിലാൽ എന്ത് ഇബാദത്താണ് ബിലാലേ നിങ്ങളൊട്ടിക ഉള്ളത്, എന്ത് ഇബാദത്താണ് ബിലാലെ നിങ്ങാക്കരുത്, എന്ത് അമലാണ് ബിലാലെ നിങ്ങളൊട്ടിക ഉള്ളത്. അല്ലാഹുവിന്റെ സ്വർഗ്ഗം നാണ് നോക്കുമ്പോ സ്വർഗ്ഗത്തിൽ നിങ്ങൾ ചെറുപ്പെട്ട് നടക്കരുത്. നിങ്ങളുടെ ചെറുപ്പട ശബ്ദം നക്ക് കേട്ടിട്ടല്ലേ ബിലാൽ. സുബ്ഹാനല്ല ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലുടോ ഇല്ല നബിയേ ഈ പാവപ്പെട്ട ബിലാലൊട്ടിക എന്ത് അമലാണ് നബിയേ അങ്ങനത്തേത്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തില് അല്ലാഹുവിന്റെ റസൂലിനെ കാണുമെന്നല്ലോ ചെറുപ്പെട്ടിടെ നടക്കുന്ന ശബ്ദം അല്ലാഹുവിന്റെ റസൂലുക്ക് കേൾക്കണമെങ്കിൽ അങ്ങനത്തെ അമലി ബിലാലൊട്ടിക എന്തിര ഉള്ള നബിയേ. പക്ഷെ ഒരു കാര്യമുണ്ട് നബിയേ, ഏത് പാതിരാജാവുക ഞാൻ ഉദൂടുത്തെങ്കിലും ഏത് പാതിരാജാവുക എങ്ങനത്തെ ചളിവുള്ള സമയത്ത് ഉദൂടുത്തെങ്കിലും അല്ലാഹുവിന്റെ റസൂല് പടിപ്പാടി തന്നെ നിലക്ക് ഉദൂടുത്തിട്ട് അതാണ് ജണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിക്കട നബിയേ. സുബ്ഹാനല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടു ഉദൂയുടെ പിറകെയുള്ള സുന്നത്ത് നിസ്കാരമാണ് ബിലാൽ അത്ര വലിയ സ്ഥാനത്തേക്ക് വാട്ടിയത്. എങ്കിൽ മുസ്ലിമേ പെണ്ണുങ്ങളെ നാണൊന്നു കേക്കട്ട അതാ ഫർദ് നിസ്കാരത്തെ പോലും നിർലക്ഷ്യമാക്കിയ ഒരാളില്ലേ. അള്ളാഹു തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കള്, അള്ളാഹു തന്നെ ഏറ്റവും വലിയ സമ്പത്താണ് മക്കൾ. പരിശുദ്ധ ഖുർആൻ ചൊല്ലുടോ അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയാ. അൽ മാലു സമ്പത്ത് അല്ലാഹു തന്നത്, വൽ ബനൂൻ അല്ലാഹു തന്നെ മക്കൾ സന്താനം. സീനത്തുൽ ഹയാത്തി ദുനിയാ ദുനിയാവിടെ ജീവനത്തുകൊല്ലെ കനിക്കത്തെ ഒരു ചന്ത ഐശ്വര്യമായിട്ടിക്കട്, ദുനിയാവിടെ ജീവനത്തുകൊല്ലെ ഒരു ഐശ്വര്യമായിട്ടിക്കട് അല്ലാഹു തന്നെ മക്കളും അല്ലാഹു തന്നെ സമ്പത്ത്. അപ്പൊ അതിനെ വേണം പോലെ ഉപയോഗപ്പെടുത്തിയെങ്കിൽ ആഖിറത്തെ വെളിച്ചാക്കൊണുകോടും. ഈ കാരണത്തിൽ ഇനത് വേണം പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ ആഖിറ നഷ്ടപ്പെടുത്തുന്നു. ഈ നിഅമത്ത് കാരണാവൂ. ഖുർആൻ പേരെടുത്ത് ചൊന്നതാണ് അല്ലാഹു തന്റെ നിഅമത്തുകളിൽ പെട്ടതാണ് അൽ മാലു വൽ ബനൂൻ, സന്താനവും പിന്നെ സമ്പത്തും. അതിൽപ്പെട്ട ഈ സമ്പത്തും സന്താന കാരണം കൊണ്ട് ആഖിറത്തെ പ്രകാശിപ്പിക്കൊണ്ടും അവിടു
ആഖിറത്തെ നഷ്ടപ്പെടുത്തണകുമാവോടു ഖുർആൻ പ്രത്യേകിച്ച് ചൊന്ത് യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു, ഹൃദയത്തിൽ ഈമാന്റെ പ്രകാശം ഇന്ന കനിക്കത്തെ മുഅ്മിനീങ്ങളെ, അല്ലാഹ് തങ്ങളുടെ ചൊന്നു കാര്യമില്ല. ഈമാനില്ലാത്ത കനിക്കത്തെ ആൾമാരിട്ട് ചൊന്നിട്ട് കാര്യമില്ല. ഈമാനുള്ള ആൾമാരെ വിളിച്ചിട്ട് അല്ലാഹു ചൊല്ലി ലാ തുൽഹിക്കും അംവാലുക്കും, നിങ്ങൾക്ക് അല്ലാഹു തന്നെ സമ്പത്തുണ്ടല്ലോ, സ്വത്ത്, ആ സ്വത്ത് നിങ്ങളെ ഹലാക്കാക്കാണ്ടിക്കട്ടെ, നിങ്ങളെ ചിലപ്പോൾ അത് ഹലാക്കാക്കൂ, അങ്ങനെ ഹലാക്കാക്കാണ്ടിക്കട്ടെ, നശിപ്പിക്കാണ്ടിക്കട്ടെ. വല ഔലാദുക്കും, അള്ളാഹു തന്നെ മക്ക, ആ മക്കളെ കാരണത്തിൽ നിങ്ങൾ ചിലപ്പോൾ ബെടക്കായി പോയിരുവാറോ, ദുനിയാവ് മാഹ്റം ഇല്ലാണ്ടായി പോയിരോ, അങ്ങനെ ആവാണ്ടിക്കട്ട് അള്ളാഹു ചൊല്ലി. മക്കളെയും സമ്പത്തിൻ്റെ കാരണത്തിൽ നിങ്ങളെ ദുനിയാവ് മാഹ്റം നഷ്ടപ്പെട്ടു പോകുക സാധ്യതയുണ്ട്, അതങ്ങനെ ആവാണ്ടിക്കട്ട് എന്നിട്ട് ഖുർആൻ ചൊല്ലു. ഒരാളങ്ങനെ ആയെങ്കിൽ സ്വത്തിൻ്റെ കാരണത്തിൽ മക്കളെ കാരണത്തിൽ അവൻ്റെ ആഖിറ നഷ്ടപ്പെട്ടു പോകേണ്ട എനിക്ക് പ്രവൃത്തിയിലോ ഏർപ്പെട്ട എങ്കിൽ ഹുമുൽ ഖാസിറൂൻ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവൻ വലിയ നഷ്ടത്തിലായി പോയാൽ. അപ്പം അല്ലാഹു തൻ സമ്പത്തും സ്വത്തും ദുനിയാവുടെ ആഖിറത്തെ വിജയത്തും പരാജയത്തും കാരണമാവൂ. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നെ, നിങ്ങളുടെ കുടുംബത്തെ നല്ലാക്കണോ. യാ അയ്യുഹല്ലദീന ആമനൂ, ഹൃദയത്തിൽ ഈമാന്റെ പ്രകാശമുള്ള കനിക്കത്തെ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ പേടിയുള്ള തഖ്വ കൊണ്ട് ജീവിക്കണ മുഅ്മിനീങ്ങളെ, അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ അഹ്ലുകാരെയും നിങ്ങളുടെ കുടുംബത്തെയും അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് കാക്കണോ. അല്ലാഹുവിന്റെ ജഹന്നമായ നരകത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം തടിരെ കാക്കണോ, നിങ്ങളുടെ സ്വന്തം കുടുംബത്തെ അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് കാക്കണോ. നാണ് മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അയ്യാവാല, നിങ്ങൾ മാത്രം അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അയ്യാവാല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലുടോ, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണോ. എങ്കിൽ ആ കുടുംബത്തെ പരിശുദ്ധ ഇസ്ലാമിയത്തിലായിട്ട് വളരണുകൊള്ളേ അവകാശം നിങ്ങൾ ആക്കി കൊടുക്കണോ. എന്താണ് അല്ലാഹുവിന്റെ നരകകൊന്തുണ്ട, അല്ലാഹുവിന്റെ നരകമന്ദിരകൊന്തുണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും ജിബ്രീലിനെ വിളിച്ച് കേൾക്കേട്, അല്ല ജിബ്രീൽ, ഏതൊരാളും ഒരു പിന്നൊരാളെ മുഖം നോക്കിയിട്ട് പുഞ്ചിരിക്കൽ സുന്നത്ത് വഴിപാടി നേതാവ് ഒരു മുസ്ലിമോ പിന്നൊരു മുസ്ലിമിന്റെ മുഖം നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചെങ്കിൽ പോലും സ്വതക്ക കൊടുത്ത പ്രതിഫലമുണ്ടോട് വഴിപാടി നേതാവ് മഹാനായ ജിബ്രീലിനെ വിളിച്ചിട്ട് കേൾക്കട, ജിബ്രീൽ, എന്റെ മീകായിലെ മുഖത്തുള്ളൊരു പുഞ്ചിരി പോലും കണ്ടില്ല. എന്റെ ജിബ്രീലെ മീകായിലെ മുഖത്തിൽ ഒരു തെല്ല ചിരിക്ക പോലും ഇതുവരേക്കും നാണ് കണ്ടില്ല. എന്റെ ജിബ്രീലെ മീകായിലെ ചിരിക്കാത്തേണ്ടി കേൾക്കുമ്പോ തുകൂ അല്ലാഹുവിന്റെ റസൂലട്ടിക മുഖറബുൽ അംലാക്കായ മലക്ക് ജിബ്രീൽ ചൊല്ലോടൂ, ഇല്ല നബിയേ, അല്ലാഹു നരകത്തെ പടച്ചതിൽ പിന്നെ, അല്ലാഹു നരകത്തെ സൃഷ്ടിച്ചതിൽ പിന്നെ, അല്ലാഹു നരകത്തെ ജന്മം കൊടുത്തതിൽ പിന്നെ ഇണ്ടേ വരേക്കും മീകായില് ചിരിച്ചിട്ടില്ല നബിയേ. ആരാണ് പെണ്ണുങ്ങളെ അല്ലാഹുടെ മലക്ക് കാണ്ടുകൊണ്ടുണ്ട, അല്ലാഹുടെ മലക്കുകൾ അങ്ങനെ അല്ലാഹു പടച്ചതിൽ പിന്നെ ലോകം അവസാനിക്കടത് വരേക്കും ഈ ലോകത്തുള്ള സർവ്വജീവികളും നശിച്ചതിൽ പിന്നെ അവസാനം ബാക്കിയാവിടെ ചില മലക്കുകളുണ്ടോ. ആ മലക്കിൽപ്പെട്ട മീകായിൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിട്ടാണ് കേൾക്കടേ, ആ മലക്കുകൾ ലോകം അവസാനിക്കടത് വരേക്കും അല്ലാഹു പൊരുത്തപ്പെടാത്ത കനകത്തെ ഒരേ ഒരു കാര്യം അങ്ങനെ ജീവനത്തിൽ വറുകില്ല. അങ്ങക്ക് കുടിക്കണുകില്ല, തിന്നണുകില്ല, പൈക്കണുകില്ല, വികാരമില്ല, വിദ്വേഷമില്ല, ഒരാളുടെ പകയില്ല, ബച്ചണുകില്ല, ഉറങ്ങണുകില്ല, വിശ്രാന്തി എടുക്കണുകില്ല. അത് ഒന്നും ഇല്ലാത്ത നിലക്കാർ അല്ലാഹു അങ്ങനെ പടച്ചിരേ. അതങ്ങനെ സൃഷ്ടിച്ചതിൽ പിന്നെ ഖിയാമത്ത് നാളെ വരേക്കും ഇബാദത്ത് മാത്രമാണ്. ആ മലക്കുകൾ പോലും അല്ലാഹുവിന്റെ നരകത്തെ പേടിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ആ മലക്കുകൾ പോലും അല്ലാഹു നരകത്തെ സൃഷ്ടിച്ചതിൽ പിന്നെ ദുനിയാവിലോ ഖിയാമത്ത് നാളെ വരേക്കും ചിരിക്കില്ലാണ്ട് കണ്ടെങ്കിൽ ഈമാനുള്ള മുസ്ലിമേ, ആ നരകത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ചൊല്ലോടൂ, നീയും നിന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണോ. കുടുംബ മുസ്ലിമീങ്ങളാവണം. കാലി പേര് കൊണ്ടിട്ടുള്ള മുസ്ലിം അല്ല,
ഉമ്മമാരെ നിങ്ങൾ ചിന്തിക്കണോ, മക്കളെ വിഷയത്തില് ചൊമ്മയാറ് ബാധ്യതയുള്ള പെണ്ണികളുകാൻ അല്ലേ? ആനിങ്ങൾ സുബൈ കിടാവണിക്കിടയ്ക്കുമ്പോൾ ഉണ്ട് ജാവ് പറയുമ്പോൾ കിടാവ് ഇറങ്ങില്ല, സുബൈ പോകുമ്പോൾ ചിറ്റയില്ല, പിന്നെ ഉറങ്ങി കിടാവിടെ മുഖം നോക്കണം തരും. വെറുതെ അല്ലാണ്ട് റസൂൽ ചൊന്ന നബിയെ, ഞാൻ യാറ ബന്ധം പുലർത്തേണ്ടത്, ഞാൻ ഏറ്റവും അധികം സഹവസിക്കണായത് ആരട്ടിക, യാറ് പിർസാക്കണായ ബലവയ്ക്കണായ ആരട്ടിക, ഉമ്മുക്ക നിന്റെ ഉമ്മരൊട്ടിക, പിന്നെ ആരട്ടിക നബിയെ, പിന്നെ നിന്റെ ഉമ്മരൊട്ടികമേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആരൊട്ടിക നബിയെ, പിന്നെ നിന്റെ ഉമ്മരൊട്ടികമേ. ഇതെന്തൊരു പലക്ക ബാവ, അബ്ബമാർ ബേജാരോ എന്ത് ഞങ്ങൾ വിലമേ ഇല്ലേ, ഉണ്ട് വില ഉണ്ട് ഇല്ലാണ്ടിക്കുക. ഈ സുബൈക്ക് പോയിട്ട് കഷ്ടം വന്നിട്ട് അധ്വാനിച്ചിട്ട് ജാവ് വന്നിട്ട് ഈ കുടുംബത്തെ വളർത്തിലേക്ക് വില ഇല്ലാണ്ടിക്കുക. നാലാമതല്ലാടെ റസൂലൊട്ടിക സ്വഹാബിങ്ങൾ കേൾക്കുമ്പോൾ ചൊല്ലു നബിയെ, പിന്നെ ആരൊട്ടിക നബിയെ, അബൂക്ക് നിന്റെ ബാപ്പരൊട്ടിക, എൻ്റെ ഉമ്മരൊട്ടിക ഇത്തര, എൻ്റെ ഉമ്മരൊട്ടിക ഇങ്ങനെ ചൊന്നെ. പെണ്ണിങ്ങൾക്ക് ഇത്തര പവിത്രമായ ബലയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടിയത്. പരിശുദ്ധ ഇസ്ലാം പെണ്ണുങ്ങൾക്ക് പഠിപ്പാട്ടിയ കനകത്തെ മോണിറ്റർ സൗണ്ട് പറഞ്ഞിച്ച്, പെണ്ണുങ്ങൾക്ക് ഇസ്ലാം പഠിപ്പാട്ടിയ കനകത്തെ വെച്ചു കൊടുത്ത കനകത്തെ സ്ഥാനമാനങ്ങൾ എന്തരെ അല്ലേ? ಎವಡೆಂಗಿಲು ನಂಗೆ ಕೇಟ್ರಮ್ಮ ಗಂಡೊಂದು ಕಲಿತರೆ ಶಾಲೆಯೊಂದು ತೆರೆದಂತೆ, ಹೆಣ್ಣೊಂದು ಕಲಿತರೆ ಶಾಲೆಯೊಂದು ತೆರೆದಂತೆ ಉಂಟು. ഒരു പെണ്ണ് പഠിച്ചെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു കേന്ദ്രമേ തുറക്കപ്പെട്ട കനിക്ക്. ആണിങ്ങ പഠിച്ചെങ്കിൽ എന്തുമില്ല പാണിങ്ങ പഠിക്കണ്ടല്ല. പെണ്ണിടെ പഠിപ്പും പെണ്ണിടെ ജീവനത്തും പെണ്ണിടെ എല്ലാ കാര്യത്തും പരിശുദ്ധ ഇസ്ലാം ബല വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു, ഉമ്മയുടെ കാലടിയിൽ സ്വർഗമുണ്ട്, ഉമ്മയുടെ കാലടിയിൽ സ്വർഗമുണ്ട്. ഏതുമ്മടെ മോളിലെ കൂട്ടിയും പോയിട്ട് സിറ്റി സെന്ററിൽ മുഖം തുറന്നിട്ട് തിരിയുടെ ഉമ്മടെ അല്ല. ഇസ്ലാമിയത്തിലായിട്ട് ഒരു കിടാവിടെ വളർത്തിട്ട് ഒരു മുസ്ലിമത്തായിട്ട് ഒരു കിടാവുടെ ഒരു ജീവനത്തെ ശൈലി പഠിപ്പാട്ടി കൊടുക്കുന്ന കണക്കത്തെ സ്വാലിഹത്തായ ഉമ്മ. അതുകൊണ്ടല്ലേ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളിട്ടിക ഒരാളൊരു കംപ്ലൈൻറ്റ് ചൊല്ലുക പറഞ്ഞപ്പ ഖത്താബ് തങ്ങളെ നന്റെ മോൻ ആ ചൊന്നകണിക്ക് കേൾക്കില്ല, നന്റെ മോണു ആ ചൊന്നകണിക്ക് കേൾക്കില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ദൈപ്പാട്ടിയിട്ട് മക്കളെ വിഷയമുള്ള ചൊല്ലു. അബ്ബ ഉമരട്ടെ എങ്ങനെ നോക്കണോ, അബ്ബ ഉമരട്ടിക്ക് എങ്ങനെ പെരുമാറണം, അങ്ങുള്ള ബല എന്തിരെ ചൊല്ലുമ്പത്തുക ആ മോണ് കേൾക്കടെ. അല്ല ഉമർ ഖത്താബ് തങ്ങളെ നന്റെ അബ്ബ ഉമ്മക്ക് നണ്ടിട്ടെന്തോ ഇല്ലേ എന്നക്കേമാ നക്ക് മാത്രം അബ്ബടെ അങ്ങനെ നോക്കണു, ഉമ്മടെ ഇങ്ങനെ നോക്കണു, ഈ ജവാബ്ദാരി ಎಲ್ಲ ನಕ್ಕೇಮ್ಮ, നന്റെ അബ്ബക്ക് നണ്ടിട്ട് എന്തോ ഇല്ലേ ബാധ്യത. ഉമർ ഖത്താബ് തങ്ങൾ ചൊല്ലു, ഓണു മോനെ നിന്റെ അബ്ബക്കും നിന്റെ ഒട്ടിക ചില ബാധ്യതകളുണ്ട്, നിന്റെ ബാപ്പക്കും നിന്റെ ഒട്ടിക ചില കടമകളുണ്ട്. എങ്കിൽ എന്താണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അത് ചൊന്നു തരണു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുടു, നിക്ക് വേണ്ടി നിന്റെ പെരുണുകു വേണ്ടി നിന്റെ ജന്മം തരണുകു വേണ്ടി നിന്റെ ബലത്തുനുകു വേണ്ടി നല്ലവർ ഉമ്മടെ തെരഞ്ഞെടുക്കണോ. രണ്ടാമത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുടു, നിക്ക് നല്ലവർ പേര് വയ്ക്കണോ. സുബ്ഹാനല്ലാഹ്. മൂന്നാമത് ചുരുക്കി ചൊല്ലു ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചൊല്ലുടു, അതാ എനിക്ക് പ്രായപൂർത്തിയായോണ്ട് ബുദ്ധി തെല്ലിങ്ങനെ പറകു തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പാട്ടണോ. ആ മോണ് ചൊല്ലു, ഇല്ല തങ്ങളെ ഇതൊന്നും നിന്റെ ബാപ്പ ആക്കില്ല, നല്ലവർ ഉമ്മടെ തെരഞ്ഞെടുക്കണുണ്ടല്ലേ ചൊന്നേ. ഏതോ ഒരു സന്തര കിട്ടിയ ഒരു ചന്തത്തെ പെണ്ണിടെ 4 ദിർഹം കൊണ്ട് നിസ്സാരമായ വില കൊടുത്തു ഗുണവന്യതാൻ. നന്റെ ഉമ്മടെ അങ്ങനെ ബാപ്പ ഗുണവന്നിരവുല. രണ്ടാമത് നക്ക് വെച്ച് പേരെന്തൊരു ഗൊന്തുണ്ട, നന്റെ പേര് വളരെ മോശമായ അർത്ഥമുള്ള ഇന്നെന്ന പേരാണ്. മൂന്നാമത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പാടുകൊണ്ട് ചൊന്നാറല്ലേ. പരിശുദ്ധ ഖുർആന്റെ ഒരൊറ്റ ആയത്ത് പോലും നന്റെ ബാപ്പ നക്ക് പഠിപ്പാട്ടില്ല. ആ സമയത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുടു, അല്ല മനുഷ്യ നന്റെ മോണു നാണ് ചൊന്നകണിക്ക് കേക്കില്ലാണ്ട് ചൊന്നു പറമ്പത്തുകോ, നന്റെ മോണ് നന്റെ പളക്കത്തുക വിലപയിക്കില്ലാണ്ട് ദൂറ് ചൊല്ലുമ്പത്തുകോ, ആ മോനൊട്ടിക്ക് ഇസ്ലാം വഴിപാട് കടപ്പാടുകൾ നിങ്ങ നിറവേറ്റില്ല അല്ലേ. നിങ്ങൾക്ക് നിങ്ങളെ മോന് അന്യായാക്കടെ കാണാമൊന്നല്ലോ, നിങ്ങളെ മോന് നിങ്ങളെ ദ്രോഹിക്കടെ കാണാമൊന്നല്ലോ, നിങ്ങളെ മോന് നിങ്ങളെ എടങ്ങീറാക്കടെ കാണാമൊന്നല്ലോ. നിങ്ങളെ ദ്രോഹിച്ച് നിങ്ങളെ മോന്റെ ദ്രോഹിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് നന്റെ മുറ്റത്തെ പോണോ ചൊന്ന് ഓടുപാടിയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കണു പെണ്ണുങ്ങള്. എത്രയോ ഉമ്മമാർ എത്രയോ ബാപ്പമാർ സ്വന്തം മക്കളുടെ കല്ലടയും കഞ്ചാവർ അടിമകളായി ബദലാമത്തുകോ, സ്വന്തം മക്കളെ നിയന്ത്രിക്കണോ ഒരു സാധ്യവും ഇല്ലാണ്ടായി പോകുമ്പത്തുകോ. അവസാനം പള്ളിയിൽ വന്നിട്ടും സ്കൂളിൽ വന്നിട്ടും SSLC പഠിക്കുന്ന മക്കളെ സംബന്ധിച്ചിട്ട് ഉമ്മമാർ ചൊല്ലുല്ലേ, അവണ് നാ ചൊന്ന കണിക്ക കേക്കില്ല ഉസ്താദേ, അവണ് നാണ് ചൊന്ന കണിക്ക കേക്കില്ല ടീച്ചറേ,
അവന് എത്ര ചൊന്നിട്ടും എത്ര അടിച്ചിട്ടും നിന്റെ കൺട്രോളുക കിട്ടില്ലാണ്ട് ഒഴിമ്പോ നിങ്ങൾ കഷ്ടപ്പെന്നിട്ട് അധ്വാനിച്ച് പെത്ത് ബലത്തെ ഉമ്മ ചൊല്ലണമെങ്കിൽ ആ കിടാവിടെ എല്ലാ കഷ്ടത്തും ആ കിടാവിടെ എല്ലാത്തും ജീവനത്തെ ത്യാഗമാക്കിയ കനകത്തെ ബാപ്പ ചൊല്ലണമെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിമേ, എന്തുകൊണ്ട് പെണ്ണുങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു മക്കളെ ഊട്ടിക ഉള്ള നിങ്ങൾക്കുള്ള കടപ്പാടുകൾ നിറവേറ്റാത്ത അതുകൊണ്ട് മാത്രമാ. എത്ര മക്കളെ സ്നേഹിച്ച് വഴിപാടിയ നേതാവാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടു അതാ പെണ്ണേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ പോയിട്ട് തലവയത്താണ്ട് കുറേ നേരം ബാക്കിയായി പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾ പിറകെ മഅ്മൂമായി നിന്നിട്ടുണ്ടോ? നബി തങ്ങൾ നിസ്കാരത്തെ ചൊമ്മ നേരം നീട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിൽ എത്രയോ ആയിരക്കണക്കിൽ ഹാഫിദീങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിരണം തറ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ നേതൃത്വത്തില് ഞാൻ നബി ചൊന്ന് വാദിച്ചു വന്ന മുസൈലിമത്തുൽ കദ്ദാബിനൊക്കെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു തങ്ങളെ സൈന്യത്തെ ലീഡറായിട്ട് കടത്തുമ്പോത്തുകോ ആ യുദ്ധത്തിൽ ഷഹീദായ കാലി ഹാഫിദീങ്ങളുടെ സംഖ്യ എത്ര കൊണ്ടുണ്ട്? 700 ഹാഫിദീങ്ങളാണ്. 700 ഹാഫിദീങ്ങൾ നബി തങ്ങളെ വഫാത്തിര അനന്തര നടന്ന യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തിൽ ആയിരക്കണക്കിൽ ഹാഫിദീങ്ങളുണ്ടോ? ആ ഹാഫിദീങ്ങളായ സ്വഹാബത്തിലൊട്ടിಗೆ നബി തങ്ങൾ ചൊല്ലോടു നിങ്ങൾ ഒരു സമുദായത്തിക്ക് ഇമാമ നിൽക്കുമ്പോത്തുകോ നിങ്ങൾ നിന്റെ ഉമ്മത്തിങ്ങൾക്ക് ജമാഅത്തായി നിസ്കരിക്കണമില്ല നേതൃത്വം കൊടുക്കുമ്പോത്തുകോ നിങ്ങളുടെ നിസ്കാരത്തെ എത്ര അവിടെ അത്ര ചുരുക്കണോ? നിസ്കാരത്തെ നീട്ടണ്ട സ്വഹാബ, എന്റെ നിസ്കാരത്തെ നീട്ടണ്ടാണ്ട് നബി തങ്ങൾ ചൊന്ന കാരണം കൊണ്ടുണ്ട തറാവീഹിടെ എക്സ്പ്രസ് പോലെ നിസ്കരിക്കണമില്ല തെളിവല്ല. തറാവീഹിടെ 20 റക്അത്ത് നിസ്കാരത്തെ 20 മിനിറ്റിൽ തീർക്കണമില്ല ദലീലല്ല ചൊന്നോണ്ടുള്ളേ. അല്ലാഹുവിന്റെ റസൂൽ ഫർദ് നിസ്കാരത്തെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ചൊമ്മ ഷോർട്ടാക്കി നിസ്കരിക്കണോ ചൊല്ലണമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തുക്ക് പടിപാടി കൊടുക്കണോ ഫഇന്ന ഫീഹിമുൽ ദഈഫ് വസ്സഖീമ വദൽ ഹാജ. നിന്റെ പിറക കൈകെട്ടിയ കനകത മഅ്മൂമീങ്ങൾ ആരല്ല ഉള്ളാറ് കൊണ്ടുണ്ട്. നീ വലിയ റാഗത്തിൽ ഖുർആൻ ഓതുകത്തിരിയുടെ ആളായിട്ടിക്കോ, നീ വലിയ ഹാഫിളായിട്ടിക്കോ, പേര് പോയ ആളായിട്ടിക്കോ, എങ്കിൽ നിന്റെ പിറക കൈകെട്ടിയ ആളുമാരല് രോഗികളുണ്ടോ, വയസ്സന്മാരുണ്ടോ? മോനെ അർജന്റ് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോ തോകൂ ബാങ്ക് കേൾക്കുമ്പോ ജമാഅത്തായി നിസ്കരിച്ച് ബണ്ടാശൊന്ന് ഓടി വന്ന ആളുണ്ടോ? അർജന്റിൽ പിറകെ പോണ ആളുണ്ടോ? അതുകൊണ്ട് അങ്ങനെ ഒരാളെയും ബുദ്ധിമുട്ടിക്കണ്ട സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബി ഏറ്റവും വലിയ ഖുർആന്റെ പണ്ഡിതനായ മുആദ് റളിയല്ലാഹു അൻഹു ബഖറ സൂറത്ത് ഓതിട്ട് ഇശാ നിസ്കരിക്കുമ്പോ തോകൂ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിയുടെ ഇമാമുടെ ജോറാക്കി ഹദീസ് ബുഖാരിയിലുണ്ടോ? അപ്പൊ നബി തങ്ങൾ നിസ്കാരത്തെ നീട്ടില്ല. കാരണം പിറകെ ഉള്ള ആളുമാർക്ക് ബുദ്ധിമുട്ടായി പോവോ. അതേ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലോടു ഇനി നിങ്ങൾ ഒരാള് സിംഗിളായിട്ട് നിസ്കരിക്കേണ്ട കണ്ടെങ്കിൽ തഹജ്ജുദാവട്ടെ ഫർദ് നിസ്കാരമാവട്ടെ ഓരോരാളുമാരും സിംഗിളായിട്ട് നിസ്കരിക്കേണ്ട കണ്ടെങ്കിൽ ഫൽയുതിൽ മാഷാ എത്ര നേരം വേണമെങ്കിലും നീട്ടോരോ സ്വഹാബ. റസൂലിൽ എത്ര നേരം പേരെ നീട്ടോർ സിംഗിളായി നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഉമ്മമാർ ഇന്നാഴത്തതിനാ കൽക്കൗത്തർ പോലും ഓതില്ല പെണ്ണിങ് ഔത്തുള്ളൂ. അനിക പിന്നെ ജമാഅത്തായി നിസ്കരിക്കെടുത്തുകൊണ്ട് ഇമാം ഓതലല്ലേ ഇങ്ങനെ സൂറത്ത് ഇല്ലാത്ത ആൾമാറാകുമ്പോൾ അതും ഇല്ല. ഞങ്ങൾ നോക്കണം നേരെ ഉൾട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലി ഫർദ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ചെറിയ സൂറത്ത് ഓതണം, മഅ്മൂമിങ്ങൾക്ക് തൊന്തരാവിടും. സിംഗിളായി നിസ്കരിക്കുമ്പോൾ എത്ര വലിയ സൂറത്ത് വേണമെങ്കിലും ഓതോറും. ഞങ്ങൾ നേരെ ഉൾട്ട സിംഗിളായി നിസ്കരിക്കുമ്പോൾ കാലി ഫാത്തിഹ ഓതിയിട്ട് അല്ലാഹു അക്ബർ റുക്കു. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മീത്തത്തിൽ ഖുർആൻ ചന്ത ഓതോ തെറ്റാളാണെങ്കിൽ വിഷയ കേൾക്കണ്ടാവും യാസീൻ വേനോ ഓതു. പണ്ടൊരു മുഖരിക്ക എല്ലാ വക്തുക്കും ഇന്നകത്തേനേക്കാൾ കൗസർ ഓതിര പോലെ എല്ലാ വക്തുക്കും ഇന്നകത്തേനേക്കാൾ കൗസർ ഓതിര. അങ്ങനെ കമ്മിറ്റിനെ കുറേ മീറ്റിംഗ് കൂടിയാർ അങ്ങനെ ഉണ്ടല്ലോ. ഇതെന്താ ഭാവം ഇങ്ങനെ ഇയാൾക്ക് ഇത്ര ശമ്പളം കൊടുക്കുക കാലം ഇന്നകത്തേനൊക്കെ മാത്രം തരുമ്പോൾ ഇയാൾ വേറെന്ത് തരില്ലേ? മുഖരിക്ക പഞ്ചൊന്തല്ല നാ 750 ರೂಪಾಯಿ ശമ്പളത്തേക്ക് നാ ബക്കറ സൂറത്ത് ഓതന ഇതേ യാറ ഇന്നകത്തേനൊക്കെ അങ്ങനല്ല. തനിച്ച് നിസ്കരിക്കണമെങ്കിൽ സിംഗിളായി നിസ്കരിക്കണമെങ്കിൽ എത്ര വലിയ സൂറത്ത് വേണം ഓതാ. പെണ്ണുങ്ങൾ ലൗത്തുൽ ജമാഅത്തായി നിസ്കരിക്കണം.
അതുക്കുള്ള ക്ലാസ് എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ ധാരാളം ശരീഅത്ത് കോളേജ് ഉണ്ട് പെണ്ണുമക്കൾ. അങ്ങനെയല്ല ദൈപ്പാട്ടിട്ട് അങ്ങനെ ഇമാം നിപ്പാട്ടിട്ടല്ല ജമാഅത്തായി നിസ്കരിക്കുക നല്ലതാണ്. ജമാഅത്തായി നിസ്കരിച്ചെങ്കിൽ അതുക്കുള്ള പ്രതിഫലം എന്തിനുണ്ട് അറിഞ്ഞെങ്കിൽ അള്ളാഹുടെ റസൂല് ചൊല്ലുടൂ, അള്ളാഹുടെ പള്ളിയിലെ ഒന്നാമത്തെ സൊഫ്ഫുൽ ജമാഅത്തായിട്ട് ഒരാൾ നിസ്കരിക്കുമ്പോഴത്തേക്കു അവനുകുള്ള പ്രതിഫലം എന്തിനുണ്ട് മീത്ത് നിങ്ങൾ അറിഞ്ഞെങ്കിൽ സ്വഹാബ ഒന്നാമത്തെ സൊഫ്ഫിൽ നിൽക്കണക്ക് വേണ്ടിയിട്ട് പരസ്പരം തിക്കും തിരക്കായിട്ട് പരസ്പരം നിങ്ങൾക്ക് പൈപോട്ടിയായിട്ട് പരസ്പരം നിങ്ങൾക്ക് നാണിക്കിട ചൊല്ലിട്ട് കണിക്കത്തെ ഉദ്രേക്കക്കാരിയായ ഒരു പരിസ്ഥിതി നിർമ്മാണമായിട്ട് അവസാനം ചീട്ടിട്ടിട്ട് ആറ് ഒന്നാമത്തെ സൊഫ്ഫിൽ നിൽക്കിടേണ്ട തിരഞ്ഞെടുക്കുന്ന കണിക്കത്തെ അവസ്ഥ വന്നു പോകുന്നുണ്ട്. അതിന് പ്രതിഫലം എന്തിനുണ്ട് അറിഞ്ഞു പോയെങ്കിൽ. പക്ഷെ അത് ആഖിറത്തിലല്ലേ, അതുകൊണ്ട് നിങ്ങൾ വേണ്ട. അങ്ങനെ നിസ്കാരത്തിൽ നോക്കണം, ഇത്ര വലിയ ആളെങ്കിലും പിറകെന്തെങ്കിലും എതിരുള്ളൊരു ഗ്യാപ്പ് കിട്ടി പോലെ അവിടെ പോലാണ്ട് ഓണ് വേണ്ട എത്ര പിറക് പോകണം നോക്കണേ സലാം വിട്ട് സതുവോടല്ലേക്ക് നിസ്കാരം എത്ര ഷോർട്ടാക്കണമെന്ന് വെച്ചിട്ട് ഞാൻ സാന്ദർഭികമായി ചൊന്ന ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലാഹു ശംസുൽ ഉലമാ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇൽമുൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ആമീൻ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ വെല്ലൂർ ബാഖിയാത്തിൽ പഠിക്കുന്ന സമയം ഷാഫിഈ മദ്ഹബുകാരനല്ലേ ശംസുൽ ഉലമാ. ശംസുൽ ഉലമാ ദാ ചെറിയ സൂറത്ത് ഓതിട്ട് ഇമാം നിൽക്കും. അവിടെ കുറേ ഹനഫിങ്ങളുള്ള അങ്ങ് വലിയ വലിയ സൂറത്തുള്ള ഓതറാറ്. ഹനഫിങ് എന്തിനാ ചൊന്ന കൊന്തുണ്ട ഷാഫിയാക്കന്മാർ ഖുർആന്റെ ഹിഫ്ദില്ല. ഷാഫിയാക്കന്മാരിൽ കുറെ മൊയ്ലാമാറുള്ളാറ് വില വില പണ്ഡിതന്മാരുള്ളാറ്. പക്ഷെ അങ്ങനെ ആരും ഖുർആന്റെ വില വില സൂറത്ത് തേരിടങ്ങയില്ല. അതുകൊണ്ട് അങ്ങ് ചെറിയ ചെറിയ സൂറത്ത് ഓതരൻ സംസുലമൊക്കെ എടുത്ത് ഇങ്ങനെയമ്മ എങ്കിലും നോക്കാം. ഷാഫിയാക്കന്മാർ തെരയിലുണ്ടെന്ന് കാട്ടുക പിത്തേണ്ട് സുബൈഖാമത്ത് കൊടുക്കുമ്പോൾ ഒറ്റ പോക്ക് മിഹ്റാബ് ഇമാം നിൽക്കൊണ്ടു. എന്നിട്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഒന്നാമത്തെ റക്അത്തിൽ തുടങ്ങിയിട്ട് സൂറത്തുൽ ബഖറ സുബ്ഹാനല്ലാഹ് പിറകിന് അനഫിങ്ങക്ക് പൂക്ക് തുടങ്ങിയിട്ട് ഇതെന്തിരവാ ഓർക്കലിങ്ങനെ പോയി. രണ്ടാമത്തെ റക്അത്തിൽ തൊട്ടപ്പുറത്തുള്ള സൂറത്തുൽ ആലു ഇമ്രാൻ 2 റക്അത്ത് തീരുമ്പോഴത്തേക്ക് ശംസുൽ ഉലമയുടെ ഒരൊറ്റ ഹനഫിംഗമില്ല, എല്ലാം മുഫാറക്കത്തായിട്ട് സീത പോയിട്ടായിരുന്നു സാധ്യല്ല. അപ്പൊ ശംസുൽ ഉലമ ചോദിച്ചാൽ ഇതാണ് ഇതൊക്കെ വേണ്ടിയാണ് നീട്ടാത്തേ സൂറത്ത് ബാഹിപ്പാട്ട ഇല്ലാണ്ടല്ല. ആരാണ് ശംസുൽ ഉലമ? ദീന് ഹിക്മത്താലെ ഈ സമുദായത്തേക്ക് വടിപാടിയിട്ട് സുന്നത്ത് ജമാഅത്ത് എന്തിനേട്ട് ഈ സമുദായത്തിന് സമർപ്പിച്ച കനികത മഹാൻ. ആ മഹാന്മാരിൽ നിന്നാണ് ദീനും സമസ്തയും ഞങ്ങൾ പഠിച്ചത്. അല്ലാഹു ആ സമസ്തത്തിലായിട്ട് ജീവിക്കൊണുകും മരണം വരേക്കും അത് ഖിദ്മത്തെടുക്കൊണുകുള്ള സൗഭാഗ്യം അല്ലാഹു ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. സാന്ദർഭികമായിട്ട് നാ ചൊന്നേ. അപ്പൊ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ലോണം ചുരുക്കിയിട്ടുള്ള നിസ്കാരമാണ്. ഹബീബായ തങ്ങൾ സുജൂദിര തലവുദ്ദാക്കാട്ട് കുറേ നേരാമത്തുകു സ്വഹാബത്തുക്ക് പോലും പേടിയായി പോയിത്തേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലെ നിസ്കാരം കഴിഞ്ഞതിൽ പിന്നെ നബി തങ്ങളെ സ്വഹാബത്ത് നബി തങ്ങളൊട്ടിക കാരണം കേക്കിട് യാ റസൂലല്ലാഹ് ഇണ്ടേ വരേക്കും നിസ്കാരത്തെ കുറേ നേരാക്കാതെ നബി തങ്ങള് എന്തുക നബിയെ സുജൂദ് അത്ര നേരാക്കിയ നബിയെ അല്ലാഹുവിന്റെ റസൂൽ അതുകൊള്ള കാരണം എന്തിനു ചൊന്നു കൊന്തുണ്ട അല്ല സ്വഹാബാ നന്റെ ഫാത്തിമാടെ കിടാവുണ്ടല്ലേ നാണ് സുജൂദ് പോയ ടൈമിലോ നന്റെ കുഞ്ചിക്ക് 2 കാലിട്ടിട്ട് അപ്പറ ഇപ്പറ കാല് വെച്ച് തെച്ചിത്ത് സ്വഹാബാ നന്റെ കിടാവിടെ എണിപ്പാട്ടുക നക്ക് മനസ്സ് വന്നില്ല. നന്റെ കിടാവിടെ നിരാശ കൊണുന്നക്ക് മനസ്സ് വന്നില്ല. നന്റെ കിടാവ് കൊസിയായിട്ട് മയ്യാവൂട്ടായിട്ട് എഞ്ചി പോണ്ടത് വരേക്കും തല ഉദ്ദാ കൊണുന്നക്ക് മനസ്സായില്ല സ്വഹാബാ. എന്തൊരു മഹബത്തല്ല പെണ്ണുങ്ങളെ സ്വന്തം പുള്ളിരൊട്ടിക, എന്തൊരു പിരിസല്ല കിടാവരൊട്ടിക. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിങ്ങളുണ്ട് ചൊന്നു നടക്കരെ നാണും നിങ്ങ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കരെ നാണും നിങ്ങ. ഏതെങ്കിലും ഒരു നാള് സ്വന്തം മക്കളൊട്ടിക അങ്ങനത്തെ ഒരു മഹബത്ത് പിരിസ കാട്ടിടിക്കുവാമാ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലേ അതേ കിടാവ് ഹലാലല്ലാത്ത സകാത്തിലെ ഒരു കാരക്കടെ ബായി കിടുമ്പോ അതാ തൊണ്ടര ഉള്ളുക ബെർലിട്ടിട്ട് എല്ലാത്തെ കാറ് പാട്ടി കളഞ്ഞില്ലേ. കിടാവിടെ അത്തര സ്നേഹിച്ച നബിതങ്ങൾ കിടാവിടെ അത്തരക്കും പിരിസാക്കിയ നിസ്കാരത്ത് സുജൂദുൽ തല പോലും മയത്താതെ നബിതങ്ങൾ ആ കിടാവ് ഗൊന്തില്ലാണ്ട് ഒരു കാരക്കടെ ബായി കിടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുട മോനെ സകാത്തിന്റെ സ്വത്ത് തങ്ങന്മാർക്ക് ഹലാലല്ല. അതുകൊണ്ട് ഹലാലല്ലാത്തത് നന്റെ കിടാവുകു ഗൊന്തില്ലാണ്ടാണ് തിന്റത്. അത് ഗൊന്തില്ലാണ്ടെങ്കിലും നന്റെ കിടാവിലോ ബാക്കിയാവകു തീറാ ചൊന്നിട്ടു ആ കിടാവിടെ ചോരടക്കം തൊണ്ടക്ക് കൈയിട്ട് കാറുപാട്ടില്ലേ. കാരണം ഹലാലല്ലാത്ത മാർഗത്തുക ഒരു കിടാവ് കടന്നു പോകുമ്പോത്തുകു ഹലാലല്ലാത്തതിനെ സമ്പാദിക്കുമ്പോ ഹലാലല്ലാത്ത മാർഗത്തേക്ക് ഞങ്ങളെ മക്കള് കടക്കുമ്പോത്തുകോ ഹലാലല്ലാത്ത മാർഗത്തെ മുട്ട ഞങ്ങളെ കുടുംബം തിരിയുമ്പോത്തുകോ അതിനെ
തടയണുകൊല്ല സന്ദേശം അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടോ. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു എല്ലാ നിസ്കാരത്തും നബി തങ്ങളെ പിറകെ ജമാഅത്തിൽ നിൽക്കട അബൂ ദുജാന എല്ലാ വഖത്തിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പിറകെ ഒന്നാമത്തെ സഫുൽ അബൂ ദുജാന സുബ്ഹി നിസ്കാര കഴിഞ്ഞിട്ട് വേഗ സലാം ബീറ്റ കണിക്ക് ഓടി പോണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സലാം ബീറ്റപ്പ അബൂ ദുജാന ഓടി പോവുതു. അല്ലാഹുവിന്റെ റസൂൽ കേക്കട അബൂ ദുജാന നിസ്കാരത്തെ പിറകെ ഉള്ള ദിക്ർ വേണ്ട ദുജാന, നിസ്കാരത്തെ പിറകെ നിങ്ങൾക്ക് തുറക്കണ്ട അബൂ ദുജാന, നിസ്കാരത്തെ പിറകെ ഉള്ള ഔറാദുകൾ വേണ്ടേ എന്ത് എഞ്ചിട്ട് ഓടേണ്ട കേൾക്കുമ്പോ തുകൂ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബി ചൊല്ലുടു. അല്ല നബിയേ നിസ്കാരത്തെ പിറകെ ദിക്റും ദുആയും വേണ്ടാണ്ടല്ല നബിയേ, നിസ്കാരത്തെ പിറകത് ചൊല്ലുണു പുരുഷത്തില്ലാണ്ടല്ല നബിയേ, മനസ്സില്ലാണ്ടല്ല നബിയേ. നന്റെ നിരലുള്ള ഒരാളെ ഔത്തര ഈത്ത പോലത്തെ മറവുണ്ടല്ലേ അതിങ്ങനെ ബഗ്ഗിട്ട് നന്റെ ജാലക ബന്നറ നബിയേ. അതാ സുബൈക്ക് നന്റെ മക്ക എണിക്കുമ്പോ തുകു അയാളെ നന്റെ നിരലുള്ള ഉണ്ട് ഈത്ത പോലത്തെ മറത്തിൽ നിന്ന് ബിരിക്ക ഈത്ത പോലുണ്ടല്ലേ നന്റെ മക്ക ഇന്നലെ സുബൈ നിസ്കാര കഞ്ഞിന്നാണ് പോകുമ്പോ പിറക്കിട്ട് തിണ്ടോണ്ടി നബിയേ. അതുകൊണ്ട് നന്റെ മക്കളെ വയത്ത് കാലാല ല്ലാത്തത് കടക്കൊണ്ടു കുതിറാച്ചുന്നിട്ടു നന്റെ കിടാവ് എനിക്കര കാണുന്നൊരു സുബൈ നിസ്കാര ജമാഅത്ത് കഴിഞ്ഞ സാത്ത് കൂടി പോയിട്ട് നന്റെ നിരലുള്ള ഈ തവലത്തെ പിറക്കിട്ട് അയാളെ ജാലിൽ ബെയ്ക്കൊണ്ടു നബിയേ. നന്റെ മക്ക ഹലാലല്ലാതെ സമ്പത്തിനെ തിന്നണ്ട ചൊല്ലു ഉദ്ദേശത്തിൽ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു സ്വഹാബാ ആ ഈ തവലത്തെ മറ ആരത് സ്വഹാബാ ആ ഈ തവലത്തെ മരത്തെ യജമാനൻ അല്ലാഹുവിന്റെ റസൂൽ മുട്ട പറമ്പുത്തുകോ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുട മോനെ നിന്റെ ഈ തവല മറവുണ്ടല്ലേ അബൂ ദുജാനകത് കൊടുക്കുരേ, അബൂ ദുജാനകതിര കൊടുക്കുരേ കേൾക്കുമ്പോ അയാള് ചൊല്ലുട ഇല്ല നബിയേ നാണത് കൊടുക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു ആ ഈ തവളത്തെ മരത്തുക പകരം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തില് 10 ഈ തവലത്തെ മരം നിൽക്കുന്നാണ് തരുവേ ചൊല്ലുമ്പോ അയാള് ചൊല്ലു നാണതിരെ ബിക്കില്ല നബിയേ. സ്വർഗത്തിൽ 10 ഈ തവലത്തെ മറ കിട്ടു ചൊല്ല സൗഭാഗ്യം കിട്ടുമ്പോ തുകോ ആ ഭാഗ്യം എടുക്കൊണ്ടു സാധ്യാവാത്ത ദുർഭാഗ്യനായ മനുഷ്യന് ചൊല്ലുടു നാണതിരെ കൊടുക്കില്ല നബിയേ. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുടു യാ റസൂലല്ലാഹ് സ്വർഗത്തിലുള്ള 10 ഈ തവലത്തെ മറ നക്ക് വേണു നബിയേ. അതിരെ ബദലുക് 10 ഈ തവലത്തെ മരത്തെ പൈസ നാണ് അയാൾക്ക് കൊടുക്കൂടെ. ആ ഒരു ഈ തവലത്തെ മരത്തെ അബൂ ദുജാനക അയാൾ കൊടുക്കട്ടു നബിയേ. സ്വർഗത്തിലുള്ള 10 ഈ തവലത്തെ മര അയാൾ വേണ്ട ചൊന്തല്ലേ നബിയേ. അയാൾ കാലി ഒരു ഈ തവലത്തെ മരത്തെ പകരം 10 ഈ തവലത്തെ മരത്തെ പൈസ നാണ് അയാൾക്ക് കൊടുക്കൂല നബിയേ. അയാൾക്ക് കൊടുക്കണുണ്ട് അല്ലാഹുവിന്റെ റസൂൽ അയാൾക്ക് തന്റെ ചൊന്ന സ്വർഗത്തെ മറ ഉണ്ടല്ലേ അത് നക്ക് തറു നബിയേ. കാരണം സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഈമാനുണ്ടോ? ലോകത്തിൽ ഒരാളുമില്ലാത്ത കനിക്കത്തെ ലോകത്തെ എല്ലാ മനുഷ്യന്മാരെ ഈമാനെ ഒരു തിറാസിൽ വെച്ച് തൂക്കിയെങ്കിലും മറുഭാഗത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഈമാന് വെച്ചെങ്കിലും നന്റെ സിദ്ദീഖുടെ ഈമാന് കാണി യാറ ദിന്നാട് നബി തങ്ങൾ പടിപാടി സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സ്വർഗത്തെ ബഗ വിശ്വാസമുണ്ടോ? നിങ്ങളെ പെണ്ണുങ്ങൾക്ക് സാധ്യാവാ, ഈ മജ്ലിസിലുള്ള ആണിങ്ങൾക്ക് സാധ്യാവാ. നിന്റെ കയ്യിലുള്ള ഇന്നത് അള്ളാഹുടെ പള്ളിക്ക് വേണ്ടി കൊടുക്കണോ? അതിരെ ബദലുക അള്ളാഹുടെ സ്വർഗത്തിൽ ഇന്നത് നിക്കുണ്ടോ നക്കുണ്ടോ ചെന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരാളും അത് സാധ്യാവാല. ഞങ്ങൾ സാധ്യാവാല സ്വർഗത്തിൽ അങ്ങനെ അല്ലേ പ്രതിഫലമുണ്ട്. സ്വർഗത്തിൽ ഇങ്ങനത്തെ പ്രതിഫലം ഉണ്ടോല ചെന്നെങ്കിൽ ആ കാര്യമാക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല. അല്ല പണ്ട് ഈ പെണ്ണുങ്ങൾ ഈ ക്ലാസ് വാലെല്ലാം കേട്ടിട്ട് ഇമാം ജമാഅത്ത് നിസ്കരിക്കുക വേറെ എന്നിട്ട് ഇമാം ജമാഅത്ത് നിസ്കരിച്ച ഭയങ്കര കൂലികളുണ്ട്. അതിലല്ലേ ചോദ്യം ഞങ്ങൾ ജമാഅത്ത് നിസ്കരിക്കും എന്ത് വേണേ ഓട്ടണ തുടങ്ങി അല്ലാഹു അക്ബർ ഒരു പെണ്ണുങ്ങൾ ഇമാം നിന്റെ ജണ്ടാൽ മാമോ തുടങ്ങിയിട്ട് ഇങ്ങനെ ജമാഅത്തിന് വിഷയമുള്ള വലിയ കുന്തില്ല. കാരണം ഇപ്പോൾ സ്വർഗത്തിൽ അങ്ങനെ പുണ്യ വലിയ പ്രതിഫലം ഉണ്ടോ ചൊല്ലുമ്പോൾ ആശയായിട്ട് ഇങ്ങനെ തുടങ്ങിയ ജമാഅത്ത് അള്ളാഹു അങ്ങനത്തെ ബുദ്ധി കൊടുക്കട്ടെ. അള്ളാഹു ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും സ്വാലിഹത്തായ പെണ്ണുങ്ങൾ ജീവിച്ച നിലക്ക് ജീവിക്കണമെങ്കിൽ തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. അപ്പം അങ്ങനെ ജമാഅത്ത് നിസ്കരിക്കുക തുടങ്ങിയിട്ടാകുമ്പോൾ ഇതിലൊരു പൂച്ച ഓടിത്തോല കുറേ വാട്ട പൂച്ച. ഇമാം നിന്റെ പിന്നെ പൂച്ച ഇതെന്തിനാ ബാബ പൂച്ച കൈ കെട്ടിയിട്ടുണ്ട് പാതിയായിരുന്നു. പിറകെ നിന്റെ പെണ്ണിക്ക് ഇതിരി നിസ്കരിക്കുമ്പോൾ പലക്ക ഒരു ആവലടിയുണ്ട്. അപ്പുറത്തെ പെണ്ണിക്ക് ചൊന്നുകൊണ്ടുപോലെ നിങ്ങൾ ജണ്ടല്ല നിസ്കാര ബാത്തിലേക്ക് നാവുണ്ടില്ലാണ്ട്
പൂച്ച എന്ത് വിനാ കേട്ടിട്ടുണ്ട് എങ്ങനെ അപ്പൊ ചൊന്നോട്ട് വന്ന ഈ സ്വർഗത്തെ വിഷയ സ്വർഗത്തിൽ ഇങ്ങനത്തെ ഒരു പുണ്യകർ ഇത്ര വലിയ പ്രതിഫലമുള്ള ഒരു കാര്യ ചൊല്ലുമ്പോൾ ഈമാനുള്ള ആൾമാർക്ക് അങ്ങനത്തെ കൊതിബണ്ട്. ആ കൊതിയാണ് ആ പെണ്ണിങ്ങ ബന്ധര്. ഇൽമില്ലാത്ത കാരണം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയതായിട്ടിക്കൂ. അതൊരു തമാശയാണ്. ഇനി ഏത് കിതാബിലുള്ളേണ്ടി കേട്ടിരണ്ട. എന്തേ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടക്കനക്കത്തെ കാര്യമാകുമ്പോഴത്തേക്കും അതിനെ ഞങ്ങൾ എടുത്തുള്ളുക വേണ്ടി ശ്രമിക്കണു. ഇൽമിന്നില്ലെങ്കിലും അത് പഠിച്ചിട്ടുണ്ടാക്കണു ശ്രമിക്കണു. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹുടെ നെരളുള്ള മനുഷ്യൻ്റെ ഒട്ടിಗೆ ആ ഈത്തബലത്തെ മറ അബൂ ദുജാനയുടെ മക്കൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണോ ചൊല്ലുമ്പോഴത്തേക്കോ അയാൾ തയ്യാറാവാടിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എടുക്കര്. എന്നിട്ട് 10 ഈത്തബലത്തെ മറത്തെ പൈസ കൊടുക്കറോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചൊല്ലോടു അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലുള്ള 10 ഈത്തബലത്തെ മറ നക്ക് വേണു നബിയേ. സുബ്ഹാനല്ലാഹ് 10 ഈത്തബലത്തെ മരത്തെ പൈസ കിട്ടിയ നെനരെ ആളുണ്ടല്ലേ അയാൾ ഔത്തുകൂടി പോയിട്ട് സ്വന്തം പെഞ്ഞായിരട്ടുക ചൊല്ലോടു അതേ നിന്റെ പിരിസപ്പെട്ട പെണ്ണേ ഇന്ത്യനാണ് ഏറ്റവും വലിയ ലാഭമുള്ള ഒരു ബാണിയാക്കിട്ട് വന്നര. എന്തിനെ ബാണിയാക്കിയേക്കും അയാൾ ചൊല്ലു ഒരു ഈത്തബലത്തെ മരത്തുക ബദല് 10 ഈത്തബലത്തെ മരത്തെ പൈസ നാണാക്കിരേ. അത് മാത്രമല്ല ആ ഒരു ഈത്തബലത്തെ മറാണെങ്കിലും അയാൾക്ക് കൊടുക്കണോണ്ടില്ല. അത് നന്റെ ജാലേക്കിട് അയാളുടെ ജാലക പോകുന്ന ഈത്തബല മാത്രം അയാളുക. സുബ്ഹാനല്ലാഹ്. ഈമാനില്ലാതെ മനുഷ്യന്മാരാകുമ്പോൾ ദുനിയാവിടെ ദുനിയാവിടെ ലാഭം നോക്കൂടെ ആളെ ഒരു ദുരവസ്ഥ നോക്കോറോ. എന്നിട്ട് പിറ്റാണ്ട് സുബൈ കഴിക്കുമ്പോഴത്തോ അതാ മനുഷ്യന്റെ ജാലിന് ഈത്തബലത്തെ മറവുണ്ടല്ലേ. അബൂ ദുജാന റളിയല്ലാഹു അൻഹുടെ ജാലക്ക് ചാഞ്ഞ് നിന്റെ ഈത്തബലത്തെ മറവുണ്ടല്ലേ. ഇയാളുടെ ജാല മെല്ലെ മെല്ലെ പോയിട്ട് അബൂ ദുജാനയുടെ ജാലുണ്ടോ